നമസ്കാരം. 70ാമത് നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുമ്പോൾ മമ്മൂക്കയുടെ കാതൽ ദി കോർ എന്ന സിനിമ നാഷണൽ അവാർഡ് പരിഗണനാ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയോ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. 70ാമത് നാഷണൽ അവാർഡിൽ മമ്മൂക്കയുടേതായി 4 ചിത്രങ്ങളാണ് പരിഗണനാ ലിസ്റ്റിലുള്ളത്. റോഷക്ക്, പുഴു, നൻപകൽ നേരത്ത് മയക്കം, ഭീഷ്മപർവം എന്നീ 4 ചിത്രങ്ങൾ മികച്ച നടന് വേണ്ടിയുള്ള പരിഗണനാ ലിസ്റ്റിൽ വന്നപ്പോൾ എന്തുകൊണ്ട് ജിയോ ബേബി സംവിധാനം ചെയ്ത മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച കാതൽ ദി കോർ എന്ന സിനിമ പരിഗണനാ ലിസ്റ്റിൽ വന്നില്ലെന്നാണ് ഒരു വിഭാഗം ആൾക്കാരുടെ ചോദ്യം. കാതൽ ദി കോർ എന്ന സിനിമ എന്തുകൊണ്ട് പരിഗണനാ ലിസ്റ്റിൽ വന്നില്ല എന്നതിനുള്ള ഉത്തരം, കാതൽ എന്ന മമ്മൂക്ക ചിത്രം 2023 സെൻസർ ചെയ്ത ചിത്രമാണ്. 70ാമത് നാഷണൽ അവാർഡിലേക്ക് പരിഗണിക്കുന്നത് 2022 സെൻസർ ചെയ്ത ചിത്രങ്ങളെയാണ്. അതുകൊണ്ട് തന്നെയാണ് 2022 സെൻസർ ചെയ്ത മമ്മൂക്കയുടെ 4 ചിത്രങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്നത്. 71ാമത് നാഷണൽ അവാർഡിലായിരിക്കും കാതൽ ദി കോർ എന്ന മമ്മൂക്ക ചിത്രം പരിഗണിക്കുക. കൊറോണ കാലഘട്ടത്തിൽ സംഭവിച്ച ചില വ്യതിയാനങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ അറിയിച്ചതുപോലെ തന്നെ മികച്ച നടന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കാന്താര എന്ന ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യപ്പെട്ട ചിത്രത്തിലൂടെ ഋഷഭ് ഷെട്ടിയും വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെയും മമ്മൂക്കയും മികച്ച നടന് വേണ്ടിയുള്ള മത്സരത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു എന്നാണ് അവസാനം കിട്ടിയ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വരുന്ന ആഗസ്റ്റ് പകുതിയോടെ മികച്ച നടനുള്ള പോരാട്ടത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തുവരുന്നതായിരിക്കും. അതോടൊപ്പം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആഗസ്റ്റ് അവസാനത്തോടെ നാഷണൽ അവാർഡുകൾ പ്രഖ്യാപിക്കുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നാഷണൽ അവാർഡുകളുടെ പരിഗണനാ ലിസ്റ്റിൽ ഏകദേശം 15 തവണയാണ് മമ്മൂക്ക ലിസ്റ്റിൽ പെട്ടിരിക്കുന്നത്. അതിൽ ഫൈനൽ റൗണ്ടിൽ 5 തവണ എത്തുകയും 3 തവണ നാഷണൽ അവാർഡ് നേടുകയും ചെയ്തു. അവസാനമായി മമ്മൂക്കക്ക് നാഷണൽ അവാർഡ് ലഭിക്കുന്നത് 1998ലാണ്. അംബേദ്കർ എന്ന ചിത്രത്തിലൂടെയാണ് മമ്മൂക്കക്ക് അവസാനമായി നാഷണൽ അവാർഡ് ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് 24 കൊല്ലങ്ങളായിട്ടും ഒരുപാട് തവണ ഫൈനൽ റൗണ്ടിൽ എത്തുകയും നോമിനേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുകയും ചെയ്തിട്ട് പോലും മമ്മൂക്കക്ക് പിന്നീട് നാഷണൽ അവാർഡ് നേടാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ ചാനലിലൂടെ നാഷണൽ അവാർഡിനെ കുറിച്ച് വീഡിയോസ് ചെയ്യുമ്പോൾ നിരന്തരമായി വരുന്ന കമന്റുകൾ മമ്മൂട്ടി എന്ന പേര് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഒരു വലിയ അവാർഡ് ലഭിക്കാത്തതിനുള്ള പ്രധാന കാരണമെന്നാണ് പല കമന്റിൽ നിന്നും നമുക്ക് വ്യക്തമാക്കാൻ സാധിച്ചത്. മമ്മൂട്ടി എന്ന പേര് മാറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവാർഡ് ചിലപ്പോൾ ലഭിച്ചേക്കും എന്ന കമന്റുകളും കണ്ടിരുന്നു. എന്നാൽ ഒന്നോർക്കുക, ഇതൊരു പാർട്ടിയെയും താഴ്ത്താനോ പൊക്കാനോ വേണ്ടി പറയുന്ന കാര്യമല്ല. അദ്ദേഹത്തിന് അവാർഡ്, നാഷണൽ അവാർഡ് ലഭിച്ചിട്ട് അവസാനമായിട്ട് ഏകദേശം 26 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഈ 26 വർഷം ഇന്ത്യ പല പാർട്ടികളും മാറി മാറി ഭരിച്ചു. പക്ഷേ മമ്മൂട്ടി എന്ന നടന് മാത്രം അവാർഡുകൾ ലഭിച്ചില്ല. അപ്പോൾ ആര് കാരണമായിരിക്കും മികച്ച നടനുള്ള നാഷണൽ അവാർഡ് മമ്മൂക്കക്ക് ലഭിക്കാതെ പോകുന്നു എന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.